അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി ഗർഭിണി. ഈ ഒരു വാർത്ത നിരന്തരമായി മാധ്യമം നാം കേട്ടവരാണ്. വീണ്ടും ഇത് ആവർത്തിച്ച് പറയുന്നത് എന്തിനാ? ഇത് ആവർത്തിച്ച് പറയാനുള്ള കാരണം പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു കേസാണിത്. പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച ആളെ കണ്ട് ഞെട്ടി പോലീസുകാരും നാട്ടുകാരും വീട്ടുകാരും. നാം നമ്മുടെ മക്കളെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ നമ്മുടെ വീട്ടിലും ഉണ്ടാകും. അള്ളാഹു കാക്കട്ടെ. ഈ മോള് ചൂണ്ടിക്കാണിച്ച ആളെ കണ്ടാൽ എല്ലാവരും ഞെട്ടും. ആദ്യം മോൾക്കൊരു ചെറിയ വയറുവേദന ആയിരുന്നു. ആശുപത്രിയിലേക്ക് ഉമ്മ കൊണ്ടുപോയി, വയറുവേദന എന്ന് പറഞ്ഞിട്ട്. ഡോക്ടർ പരിശോധനയ്ക്ക് നടത്തി പറഞ്ഞത് മകൾ ഗർഭിണിയാണ് എന്നാണ്. യാ അല്ലാഹ്. ഉമ്മ വല്ലാണ്ട് വേദനിച്ചു. കാരണം ഇതെന്തായി കേൾക്കുന്നത്? എങ്ങനെ ഡോക്ടർ ഇത് സംഭവിക്കുക? നമ്മുടെ കയ്യിൽ ഭദ്രമായി സൂക്ഷിക്കുന്ന മോളാണ്, നമ്മുടെ കയ്യിൽ ഭദ്രതയോട് കൂടിയുള്ള മോളാണ്. ഇതൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ലല്ലോ. ഡോക്ടർ പറഞ്ഞു, എനിക്ക് കള്ളം പറയേണ്ട ആവശ്യം എന്തിനാ? ഉമ്മ ചോദിച്ചു, മോളെ, ആരാണ് നിന്നെ വഞ്ചിച്ചത്? എന്താണ് സംഭവിച്ചത്? പറയുന്ന. ഉമ്മയുടെ ശക്തമായ ചോദ്യത്തിന്റെ മുമ്പിൽ പെൺകുട്ടി കാണിച്ചു കൊടുത്തു ഒരാളെ. ഏകദേശം 24 പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. നല്ലൊരു ചെറുപ്പക്കാരനാണ്, കുടുംബത്തിലേക്ക് നല്ല ഒരാളാണ്. ഈ കുട്ടിക്ക് ചെറുപ്രായത്തിൽ തന്നെ മിഠായും ചോക്ലേറ്റും പലതും തിന്നാൻ കൊടുക്കുന്ന ഒരു കുട്ടി, ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറഞ്ഞു. അവസാനം ആ ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തു. 98 ദിവസമാണ് റിമാൻഡിൽ വെച്ചത്. 98 ദിവസം. നോക്കു, ചിന്തിക്കണം. അതല്ലാതെ ഒരു വിവാഹം ഉറപ്പിച്ച ഒരു ചെറുപ്പക്കാരനാണ്. അതൊക്കെ മുടങ്ങി, മാനമെല്ലാം നഷ്ടപ്പെട്ടു. അവസാനം ആ ചെറുപ്പക്കാരൻ DNA പരിശോധന നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഈ ചെറുപ്പക്കാരൻ ആ ഗർഭത്തിന്റെ ഉത്തരവാദിയല്ല എന്ന് കൃത്യമായി മനസ്സിലായി. അവസാനം അവൻ മോചിതനായാൽ അദ്ദേഹത്തിന്റെ അഭിമാനവും അന്തസ്സെല്ലാം അതോടുകൂടി തകടം മറിഞ്ഞു പോയി. കല്യാണവും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. അവസാനം വീണ്ടും ചോദ്യം ശക്തമായി പെൺകുട്ടിയോട്, ആരാണ് കാരണം പറയണമെന്ന്. പിന്നെ വാപ്പയുടെ സഹോദരന്റെ മകനെയാണ് കാണിച്ചത്. അവസാനം ആ മകനും ഇപ്പോൾ ജയിലിലാണ്. അവസാനം മകനെയും അറസ്റ്റ് ചെയ്തു. ആ മകനും ആവശ്യപ്പെട്ടു DNA പരിശോധന നടത്തണമെന്ന്. അങ്ങനെ അവസാനം പരിശോധന നടത്തുമ്പോഴേക്ക് ഇതും ഈ ഗർഭത്തിന് ഈ പെൺകുട്ടിയല്ല, ഇയാളല്ല, ഈ സഹോദരന്റെ മകനല്ല ഉത്തരവാദി എന്ന് കൃത്യമായി മനസ്സിലായി. ഈ സംഭവം പറയുമ്പോഴും ആ ചെറുപ്പക്കാരൻ ജയിൽ ശിക്ഷയിലാണ്. ഈ കുട്ടി കാണിച്ച ഈ 2 വ്യക്തികളും നിരപരാധികളാണ്. നോക്കിവിടെ ന്യായങ്ങൾ, അല്ലേ, നിയമങ്ങളൊക്കെ ദുരുപയോഗം നടക്കുന്നുണ്ട്. ഏത് കാര്യം ഒരു പെൺകുട്ടി എന്ത് പറയുമ്പോഴേക്കും അങ്ങ് വിശ്വസിച്ച് കേസെടുക്കുകയും. നോക്കി, ചെറുപ്പക്കാരൻ, 24 വർഷമുള്ള ചെറുപ്പക്കാരൻ്റെ നിക്കാഹ് എല്ലാം മുടങ്ങി. വല്ലാത്തൊരവസ്ഥയിലായ കുടുംബം. യഥാർത്ഥത്തിൽ ആ ചെറുപ്പക്കാരൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാ. അതേപോലെ സഹോദരന്റെ മകൻ, അവർ സൗഹൃദമുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ, മറ്റൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്നാണ്. നമുക്ക് ഇവരുടെ 2 മക്കളുടെയും 2 ചെറുപ്പക്കാരുടെയും മാനം നഷ്ടപ്പെട്ടു. പിന്നെ മകളോട് വളരെ ശക്തമായി വീണ്ടും ചോദ്യം അന്വേഷിച്ചപ്പോൾ ആ മകൾ പറഞ്ഞത്, തൻ്റെ സ്വന്തം പിതാവിൻ്റെ സഹോദരൻ, ഉപ്പയുടെ സ്ഥാനത്ത് നിൽക്കേണ്ട പിതാവിൻ്റെ സ്വന്തം
സഹോദരൻ, സുഹൃത്താണ്. സഹോദരൻ സുഹൃത്താണ്. ഉപ്പയെ കൂടെ എന്നും നിൽക്കുന്ന ഉപ്പയുടെ സുഹൃത്തിനെയാണ് കാണിച്ചു കൊടുത്തത്. അവസാനം ഉപ്പയുടെ സുഹൃത്തിൻ്റെയും പരിശോധന നടക്കുമ്പോൾ അവിടെ യഥാർത്ഥ ഈ ഗർഭത്തിൻ്റെ ഉത്തരവാദി വാപ്പയുടെ സുഹൃത്താണ് എന്ന് വ്യക്തമായി. നോക്കൂ, ഒരു വാപ്പയുടെ സുഹൃത്ത് എന്ന് പറയുമ്പോൾ വാപ്പയുടേതേ പ്രായമുണ്ടാകും, വാപ്പയുടേതേ വാത്സല്യം തൻ്റെ മക്കൾ കാണിക്കുന്ന പോലെ സുഹൃത്തുക്കളുടെ മക്കളുടെ സ്വാഭാവികമായി കാണിക്കും. ഈ കുടുംബം അതിരറ്റങ്ങ് വിശ്വസിച്ചു പോയി, വാപ്പയുടെ സുഹൃത്തല്ലേ എന്ന്. നോക്കൂ, നമ്മുടെ വീടിനൊരു ബൗണ്ടറി വേണം. ആര് വീടിൻ്റെ അകത്ത് കടക്കാൻ പാടില്ല എന്ന്, എന്നെ കടക്കുന്നതാണെങ്കിൽ ഏത് അതിർത്തി വരെ കടക്കണം എന്നുള്ളത് നിശ്ചയിക്കണം. അങ്ങനെ നമുക്കൊരു വീട്, ഒരു ബൗണ്ടറി, ഒരു അതിർത്തി ഇല്ല എങ്കിൽ വാപ്പയുടെ സുഹൃത്തല്ലേ, വാപ്പയെപ്പോലെയല്ലേ എന്ന് വിചാരിച്ച് വീടിൻ്റെ ഏതു സ്ഥലത്തേക്കും കയറാനും ഇറങ്ങാനുള്ള അവസരം കൊടുത്താൽ, അങ്ങനെ നമ്മുടെ അയൽവാസിയല്ലേ, കുടുംബത്തിൽപ്പെട്ടവനല്ലേ, സ്വന്തം കസിൻ, അങ്ങനെ പല രീതിയിൽ. നോക്ക്, കൂടുതൽ പെൺകുട്ടികളെ വഞ്ചിക്കപ്പെടുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് വന്നിട്ടല്ലല്ലോ, സ്വന്തം അയൽവാസികൾ അല്ലെങ്കിൽ സ്വന്തം കുടുംബക്കാരല്ലെങ്കിൽ കൂടുതൽ കുടുംബക്കാരാണ്. ഏറ്റവും ഇടപെടകുന്ന ആള്, ഏറ്റവും കൂടുതൽ അടുത്തുള്ള ആള്, ആ കുട്ടിയുമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളാണ് ആ കുട്ടിയെ വഞ്ചിക്കപ്പെടുന്നത്. പലയിടത്തും അങ്ങനെയാണ് സംഭവങ്ങൾ കൂടുതലുണ്ടായത്. എന്തുകൊണ്ട് ഇതുണ്ടായി? അമിതമായ വിശ്വാസമാണ് മാതാപിതാക്കൾക്ക്. കാരണം അവനിന്നങ്ങനെ സംഭവിക്കില്ല, അവനങ്ങനെ ചെയ്യില്ല, അവൻ നല്ലവനാണ് എന്നുള്ള ഒരു അമിതമായ വിശ്വാസമാണ് പല പെൺകുട്ടികളും പല തോന്നിവാസികളാകാനും ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കും അവസാനം ഖേദിക്കുന്ന ഒരവസ്ഥയിലേക്കും. ഇതേ ഈ വാർത്തയുടെ പിന്നിൽ ആ പെൺകുട്ടി ചൂണ്ടിക്കാണിച്ച പല വ്യക്തികളെ പറയുമ്പോൾ അതിലൂടെ കമൻറ്റിലൂടെ പലരും പറഞ്ഞിരുന്നു, ഈ കുട്ടിയെ പലരും ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് കുട്ടി ഓരോരുത്തർ വരിവരിയായി കാണിച്ചത്. പക്ഷെ ഗർഭത്തിൻ്റെ ഉത്തരവാദി വാപ്പയുടെ സുഹൃത്ത് മാത്രം. ഇവരൊക്കെ ഇവളെ ദുരുപയോഗം ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഗർഭത്തിൻ്റെ ഉത്തരവാദി അവരെല്ലാം എന്ന് മാത്രമേ ഉള്ളൂ എന്ന രീതിയിലൊക്കെ കമൻറ്റ് കാണുന്നുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കൊന്നും അറിയില്ല. നല്ല ധൈര്യത്തോട് കുട്ടി പറയാൻ കാരണം എന്താണ്? അത്തരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടെങ്കിലല്ല ആ കുട്ടി അങ്ങനെ പറയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അതിലോട്ടൊന്നും നാം കിടക്കേണ്ട ആവശ്യമില്ല. നാം ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വാപ്പയുടെ സഹോദരൻ്റെ മകനാണെങ്കിലും 24 വർഷമുള്ള മറ്റൊരു പയ്യനാണെങ്കിലും ഇവരെന്താണ്? അടുത്തവരാണ്, അടുത്ത ബന്ധം ഇവളവരോട് പുലർത്തിയിരുന്നു. മാതാപിതാക്കൾ അവരങ്ങേറ്റ് വിശ്വസിച്ചിരുന്നു. കാരണം ഇവരെൻ്റെ മക്കൾക്ക് കാവലാണ്, എൻ്റെ മകളെ എവിടെയും സംരക്ഷിക്കാൻ ഇവർ മകളെ കൂടെ ഉണ്ടാകുമെന്ന് അവർ വിചാരിച്ചത്. അങ്ങനെയാണ് പല മാതാപിതാക്കളും വിചാരിക്കുന്നത്. കാരണം ഇവനുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ഒന്നും പേടിക്കണ്ട, എൻ്റെ മകൾ സുരക്ഷിതയാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, അത് അമിതമായ വിശ്വാസം പല അപകടത്തിലേക്ക് പല പെൺമക്കളെ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ, പെൺമക്കളുള്ള മാതാപിതാക്കളൊക്കെ വളരെ ഗൗരവത്തോടു കൂടി, എത്ര വലിയ അടുത്ത ആളാണെങ്കിലും വീടിൽ താമസവും വീടിൽ ഒറ്റപ്പെടലിനെ തൊട്ടൊക്കെ ആ മക്കൾക്ക് നാം സംരക്ഷണം നൽകുക തന്നെ വേണം. സതുപദേശം ആ മക്കൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾ വലിയ അപകടത്തിൽ ചാടിയാൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാകും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അല്ലാഹു മക്കളെ സ്വാലിഹീങ്ങളും മുഖ്റവീങ്ങളാക്കട്ടെ. എല്ലാവിധ ഷർറ് വഞ്ചനകളിൽ നിന്ന് അല്ലാഹു നിൻ്റെ പ്രത്യേകമായ ഹിഫ്ളിയത്ത് നമ്മുടെ പൊന്നുമക്കൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.